അവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് കുടുംബാംഗങ്ങൾ, മക്കളാകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമില്ലാത്തത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈവൻ അവരുടെ മൂഡ് ചേഞ്ചസ്, ചിലപ്പോൾ അവർ വിഷമത്തിലായിരിക്കാം, സന്തോഷമായിരിക്കാം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. ഇപ്പം ഞാനൊരു കേസ് പറയാം. ഒരു 15 വർഷം കഴിഞ്ഞിട്ട് പരസ്പരം വഴക്കിട്ട് ഒരു കപ്പിൾ, അതായത് അവർ കൗൺസിലിങ്ങിന് വന്നതാണ്. അപ്പോൾ ഭർത്താവിൻ്റെ പരാതി ഭാര്യയ്ക്ക് എന്നും സംശയമാണെന്ന് പറഞ്ഞിട്ട്, ഈ ഭാര്യയുടെ പരാതി അയാൾക്ക് വേറെ ഏതോ ബന്ധമുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയായിരുന്നു രണ്ടുപേരുടെയും പരാതി. അതായത് ഒരാൾക്ക് ഭാര്യയ്ക്ക് എപ്പോഴും സംശയമാണ്, ഭർത്താവ് പറയുന്നത് ഒരു ബന്ധവും ഇല്ല, അങ്ങനെ ഒരു ബന്ധമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ലാസ്റ്റിൽ അവർ കൗൺസിലിങ്ങിന് വന്നപ്പോൾ രണ്ടുപേരോടും സംസാരിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞ കാര്യം ഇതാണ്. അതായത് 15 വർഷമായി ഞങ്ങൾ വിവാഹിതരായിട്ട്, 5 വർഷം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി. അതായത് 5 വർഷം വലിയ പ്രശ്നമില്ല, സാധാരണ അങ്ങനെയൊക്കെയാണ് നമ്മൾ 5 വർഷം വലിയ പ്രശ്നമൊക്കെ ഇല്ലാതെ പോകും. പിന്നെ ഒരു 10 വർഷം, അതിലൊരു 9.5 വർഷം ശരിക്കും എനിക്ക് മാനസികമായിട്ട് പീഡനമായിരുന്നു. ഇവളെപ്പോഴും എന്നോട് ആര് ഫോൺ ചെയ്താലും, ഞാൻ എവിടെ പോയാലും, അപ്പോൾ ഭർത്താവിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇച്ചിരി യാത്രയൊക്കെ ഉള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഫോൺ വന്നാലും, യാത്ര പോയാലും, ഇച്ചിരി താമസിച്ചാലും എപ്പോഴും ഇതിനൊരു ചോദ്യമായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാലും ആ ആൻസറിന് സാറ്റിസ്ഫൈഡും അല്ല. അതായത് അതെന്തിനങ്ങനെ പോയി, അങ്ങനെ ഇങ്ങനെ ചോദിച്ച് ഒരു മാനസികമായിട്ടുള്ള ഒരു പീഡനം കൊണ്ട് 9.5 വർഷവും ഞാൻ അതിനെ സഹിച്ചു. പിന്നെ 9.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഫേസ്ബുക്ക് സെർച്ച് ചെയ്തപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ പഴയ ഒരു ക്ലാസ്മേറ്റിൻ്റെ ഒരു ഇത് കണ്ടു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വിശേഷം ചോദിച്ച് ഞങ്ങൾ ഇച്ചിരി ഒരു ഫ്രണ്ട്സായിട്ട് അങ്ങനെ കഴിയുകയാണ്, വേറെ ഒരു ബന്ധമൊന്നും ഇല്ല എന്നാണ് ഭർത്താവ് പറഞ്ഞത്. അപ്പം ഞാൻ ഭാര്യയോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഭാര്യ പറയുകയാണ്, ഐ എം നോട്ട് ഫിറ്റ് ഫോർ ഹിം. അതായത് ഞാൻ അയാൾക്ക് പറ്റിയ ഭാര്യ അല്ല എന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ 15 വർഷമായി വിവാഹിതരായിട്ട്, അപ്പം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ ഫിറ്റ് അല്ല, അയാളുടെ സൗന്ദര്യത്തിനും അയാളുടെ പഠിത്തത്തിനും അയാളുടെ ജോലിക്കൊന്നും ഞാൻ ഫിറ്റ് അല്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഭാര്യ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാനൊന്ന് കേസ് അനാലിസിസ്, അതായത് ഭാര്യയുടെ ബാല്യകാലവും കുടുംബവും ഇതെല്ലാം ഒന്ന് ചോദിച്ച് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഭാര്യ അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. അതായത് പാട്ട് പാടും, ഡാൻസ് ചെയ്യും, എഴുതും, വരയ്ക്കും, ഇങ്ങനെയെല്ലാം കലോത്സവത്തിനൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ ഇതൊന്നും ചെയ്യാതെ വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് നന്നായി പാടാൻ അറിയാം, ഡാൻസ് കളിക്കാൻ അറിയാം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭർത്താവ് അവളോ എന്ത് പാട്ട് എന്ത് ഡാൻസ് എന്ന് ഇങ്ങനെ പറഞ്ഞു. അതായത് ഭർത്താവിന് ഭാര്യയെക്കുറിച്ച്, ഭാര്യയ്ക്ക് എന്താണ് ഇഷ്ടം എന്താണ് ഇഷ്ടമില്ല എന്ന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഭാര്യയുടെ കഴിവുകളെല്ലാം അവിടെ സപ്രസ്സായി. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ കണ്ടുവരുന്നത്, ഭാര്യ കാലക്രമേണ, അതായത് തൻ്റെ കഴിവുകളെല്ലാം സപ്രസ്സായപ്പോൾ ഭാര്യയ്ക്ക് ഉള്ളിൽ തോന്നി ഞാൻ ഒന്നിനും കൊള്ളാത്തതാണ്, എനിക്കൊരു കഴിവും ഇല്ല. അപ്പൊ ഭർത്താവ് ഇങ്ങനെ തൻ്റെ പൊസിഷനിൽ ഉയർന്നു വരുമ്പോൾ ഭാര്യയ്ക്ക് എപ്പോഴും ഒരു ഫീലിംഗ് എന്താണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തതാണ്, അതായത് ചിന്ത മാത്രം. അങ്ങനെ ആ ചിന്ത വന്നപ്പോൾ നമുക്കൊരു ഇൻസെക്യൂർ ഫീലിംഗ് വരും. അതായത് നമ്മൾ സുരക്ഷിതമല്ല എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് ഈ സംശയരോഗം വരുന്നത്. അതായത് നമ്മൾ പിന്നെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും അവരെ സംശയിക്കും. നമുക്കൊരു സംശയം, അതായത് ഒന്നിനും കൊള്ളൂല, അപ്പൊ അയാൾ വേറെ ആരെയും കണ്ടു പോകും. അങ്ങനെയുള്ള ഒരു
ലക്ഷ്യമായിരിക്കും നമുക്ക് എപ്പോഴും ജീവിതത്തിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കുടുംബത്തിൽ നമ്മൾ ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ എന്തുണ്ടെങ്കിലും നമുക്ക് അവരുടെ പൂർണ്ണമായിട്ട് നമ്മൾ അവെയർ ആയിരിക്കണം. അവർക്ക് എന്താണ് ഇഷ്ടം, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഏറ്റവും ആദ്യം നിങ്ങളുടെ ജീവിത പങ്കാളി, അത് കഴിഞ്ഞിട്ട് അത് ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച തുടക്കത്തിൽ അങ്ങനെ മാത്രമല്ല, അത് ജീവിതകാലം മുഴുവൻ. എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ പ്രായത്തിലും ഇത് മാറാനുള്ള സാധ്യത ഉണ്ട്, അല്ലേ? നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം നമുക്ക് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രായം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മളത് എപ്പോഴും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലത് തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട് മ്യൂച്വൽ അഫെക്ഷൻ. ഞാൻ പറഞ്ഞു, അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം, അല്ലേ? പരസ്പര സ്നേഹം. പലപ്പോഴും മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ്, എന്താണ്? എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയാണ്, അതായത് വഴിതെറ്റിപ്പോയോ, അല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് പലപ്പോഴും അറിയാതെ വരുന്നുണ്ട്. അതായത് നമ്മൾ വസ്തുക്കൾ കൊടുത്തോ അല്ലെങ്കിൽ പലതും ചെയ്തിട്ടായിരിക്കും നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ ഓരോരുത്തർക്കും നമുക്കറിയാം. ഇപ്പൊ നമ്മളിവിടെ മലയാളം പറയുകയാണെങ്കിൽ മലയാളത്തിന് തന്നെ പല ഡയലക്റ്റ് ഉണ്ട്, അല്ലേ? ഇപ്പൊ കൊച്ചിയിൽ പറയുന്ന മലയാളം ആയിരിക്കില്ല തൃശ്ശൂരിൽ പറയുന്നത്, തൃശ്ശൂരിൽ പറയുന്ന മലയാളം അല്ല കണ്ണൂരിൽ പറയുന്നത്, എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞിനും ഓരോ വ്യക്തിക്കും സ്നേഹത്തിന്റെ ഒരു ഭാഷയുണ്ട്, മനസ്സിലായില്ലേ? ആ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് 5 ടൈപ്പാണ്. സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് എൻ്റെ ജീവിത പങ്കാളിയുടെ സ്നേഹത്തിന്റെ ഭാഷ എന്താണ്, എൻ്റെ കുഞ്ഞിൻ്റെ സ്നേഹത്തിന്റെ ഭാഷ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് 5 തരത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുമ്പോൾ 5 സാന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 5 സാന്ന് പറയുമ്പോൾ സംസാരം, സമയം, സേവനം, സമ്മാനം, സ്പർശം. ഇത് 5ആണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ, അതായത് നമ്മുടെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം ഈ സംസാരം എന്ന് പറയുന്നത് എന്താണ്? നല്ല വാക്കുകൾ, മനസ്സിലായില്ലേ? വേർഡ്സ് ഓഫ് അപ്രിസിയേഷൻ, നല്ല വാക്കുകൾ ഉപയോഗിക്കുക. ഈ സംസാരം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ആര് പറയുന്നതും കേൾക്കാൻ തയ്യാറല്ല, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും അവരൊന്ന് പറയുമ്പോൾ നമ്മൾ 2 പറയും, അല്ലെങ്കിൽ 2 പറയുമ്പോൾ 4 പറയും. ഇങ്ങനെയായിരിക്കും നമ്മുടെ സംസാരം, അല്ലാതെ നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറല്ല. അപ്പൊ ഈ സംസാരം എന്ന് പറയുമ്പോൾ നല്ല വാക്കുകൾ സംസാരിക്കുക. ഞാനൊരു ചരിത്രത്തിൽ തന്നെ എക്സാമ്പിൾ എടുക്കാം. അതായത് ഒരു പള്ളി, വിദേശത്താണ്, ഒരു പള്ളിയിൽ ഒരു അൾത്താര ബാലൻ. അപ്പൊ അന്ന് ഒരു പിതാവിന്റെ കുർബാനയായിരുന്നു. അപ്പൊ ഈ പിതാവിന്റെ കുർബാന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അൾത്താര ബാലന്മാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്, അല്ലെ? എന്താണ്? തൊപ്പി പിടിക്കണം, പിന്നെ വടി പിടിക്കണം, ഇതിലൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ്. അപ്പൊ ഈ ഒരു ഒരു കൊച്ചു ബാലൻ എന്ത് ചെയ്തു? ധൂമക്കുറ്റിയായിരുന്നു പിടിച്ചിരുന്നത്. അപ്പൊ ഈ ധൂമക്കുറ്റി എന്ന് പറയുമ്പോൾ ആ ബാലനെക്കാളും നീളമുള്ള സാധനമായിരുന്നു. അപ്പൊ ഈ ധൂമക്കുറ്റി ആട്ടിയപ്പോൾ അവന്റെ കാല് തട്ടി അതിൽ നിന്ന് തീ താഴെ വീണ് കാർപ്പറ്റിൽ വീണു. അപ്പൊ ഈ കാർപ്പറ്റിൽ വീണപ്പോൾ ഇച്ചിരി കരിഞ്ഞ മണമൊക്കെ വന്നു. ബാലനാകെ, അതായത് ആൾക്കാര ബാലനാകെ വിറച്ചു പേടിച്ചു. അപ്പൊ കുർബാന കഴിഞ്ഞപ്പോ ഈ ബാലൻ വിചാരിച്ചു, അയ്യോ പിതാവ് വന്ന് എന്നെ വഴക്ക് പറയോ, അല്ലെങ്കിൽ അവിടുത്തെ വികാരി അച്ഛൻ എന്നെ വഴക്ക് പറയോ, ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പിതാവ് കുർബാന കഴിഞ്ഞ് ഏറ്റവും ആദ്യം ഈ ബാലന്റെ അടുത്ത് ചെന്നിട്ട് അവന്റെ തലയിലൊന്ന് കൈവച്ച് അവനോട് പറഞ്ഞ്, നാളെ നീ കുർബാനയ്ക്ക് വരണം, നാളെ നീ ധൂമക്കുറ്റി എടുക്കണം, എന്നിട്ട് നീ ഒരു അച്ഛനാകണം, എന്നിട്ട് നീ എന്നെ പോലെ ഒരു പിതാവാകണം എന്ന് പറഞ്ഞു. ഇന്ന് ആ പിതാവ് ആരാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? വിദേശത്താണ്, ഇന്ന് ജീവിച്ചിരിപ്പില്ല.
ഫുൾട്ടൻ ജേഷി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പല പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബിഷപ്പ് ഫുൾട്ടൻ ജേഷി എന്ന് പറഞ്ഞിട്ട് ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു ബിഷപ്പാണ്. സോ ആ ബിഷപ്പാണ് ആ നല്ല വാക്കുകൾ കൊണ്ട് പിന്നീട് ഈ ഇത്രയും വലിയ ഒരു വ്യക്തിയായി തീരാൻ സാധിച്ചത്. അതേപോലെ തന്നെ വേറൊരു ഇടവകയിൽ വിദേശത്ത് തന്നെ ഒരു കുഞ്ഞു ബാലൻ കാഴ്ചവെപ്പായിട്ട് പോകുകയായിരുന്നു. അപ്പോൾ എന്തോ അവൻ്റെ കൈ വിറച്ച് ആ വീഞ്ഞും വെള്ളവും താഴെ വീണു. അത് വീണപ്പോൾ ഉടനെ വികാരിയച്ഛൻ അവനെ വഴക്ക് പറഞ്ഞു, ഇനി ഇങ്ങനെയാണോ ഒരു വീഞ്ഞും വെള്ളമൊക്കെ പിടിച്ചു വരുന്നത്? അത് ശ്രദ്ധിക്കണ്ടേ? ഇനി മേലാൽ ഇത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് നീ പള്ളിയിൽ വരരുത് എന്ന് പറഞ്ഞു. പിന്നീട് ആ ബാലൻ പള്ളിയിലോട്ട് വന്നില്ല. പിന്നെ യുഗസ്ലാവിയ കണ്ട ഏറ്റവും വലിയ ഡിക്റ്റേറ്ററാണ് ജോസഫ് ടിറ്റോ എന്ന് പറഞ്ഞത്. അപ്പൊ നല്ല വാക്കുകൾ എന്ന് പറയുമ്പോൾ അത് ജീവിതത്തെ മാറ്റിമറിക്കാം. അപ്പൊ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാൻ എൻ്റെ ഒരു കേസ് സ്റ്റഡിയിൽ നിന്ന് തന്നെ പറയാം. ഒരു കുഞ്ഞ് 8ൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് കൗൺസിലിങ്ങിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മിസ് എനിക്ക് ക്ലാസ്സിൽ വായിക്കാനൊന്നും ഭയങ്കര പേടിയാണ്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ടീച്ചർ ക്ലാസ്സിൽ വായിക്കാൻ പറഞ്ഞാൽ എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഓർത്ത്, ഈ കുട്ടിക്ക് വല്ല പഠന വൈകല്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ണിന് ബുദ്ധിമുട്ടോ, അങ്ങനെ എന്താണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിക്കൊന്ന് അതായത് പഠന വൈകല്യത്തിൻ്റെ ഒരു ടെസ്റ്റും എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മയെ വിളിച്ച് പറഞ്ഞു, ഒന്ന് കണ്ണും ഒന്ന് ടെസ്റ്റ് ചെയ്തേര്, അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ പഠന വൈകല്യം ഒരു കുഴപ്പമില്ല, കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അതും ഒരു കുഴപ്പമില്ല. അങ്ങനെ വന്നപ്പോൾ ഞാനൊന്ന് ആ കേസ് സ്റ്റഡി ചെയ്തു. കേസ് സ്റ്റഡി ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ആ കുഞ്ഞിന് ചെറുതായിരുന്നപ്പോൾ, അതായത് ഒരു 2ലോ 3ലോ പഠിച്ചിരുന്ന സമയത്ത്, നമുക്കറിയാം 3ലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് വിശ്വാസികളുടെ പ്രാർത്ഥനയൊക്കെ വായിക്കാൻ കൊടുക്കാറുണ്ട് അല്ലേ, 3ലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ ഈ കുഞ്ഞ് 3ൽ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലാസ് ടീച്ചർ, അതായത് കാറ്റഗിസം ടീച്ചർ, വിശ്വാസികളുടെ പ്രാർത്ഥനക്കായിട്ട് ഒരു 5 കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 5 കുട്ടികളിൽ ഒരു കുട്ടി ആ ഞായറാഴ്ച വന്നില്ല. അപ്പോൾ ആ കുട്ടി ആ ഞായറാഴ്ച വരാത്തപ്പോൾ ഉടനെ ടീച്ചർ പറഞ്ഞു ഈ കുഞ്ഞിനോട് വായിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഈ വിശ്വാസികളുടെ പ്രാർത്ഥന വായിക്കാനായിട്ട് ഒരാഴ്ചത്തെ പരിശീലനം, അതായത് അവർക്കുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കും. പക്ഷെ ഈ കുഞ്ഞിന് അത് ലഭിച്ചിട്ടില്ല. ബിക്കോസ് പെട്ടെന്നായിരുന്നു അത് ആ കുഞ്ഞ് ആബ്സെന്റ് ആയപ്പോൾ ഈ കുഞ്ഞിനോട് അത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്തു. പക്ഷെ എന്തോ അത് അൽത്താരയിൽ പോയി വായിക്കുമ്പോൾ അതിന് ഇച്ചിരി പേടിയായി. അപ്പോൾ വായിച്ചപ്പോൾ അത് തെറ്റി. അപ്പോൾ ഉടനെ കുർബാന കഴിഞ്ഞ ഉടനെ ഈ കുഞ്ഞിനോട് ടീച്ചറും അമ്മയും വന്ന് പറഞ്ഞു, നാണം കെട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതോടെ ആ കുഞ്ഞിനുള്ളിൽ ഭയമുണ്ടായി. അതായത് ഇനി എനിക്ക് വായിക്കാൻ പറ്റൂല എന്നുള്ള ഒരു ഭയം ആ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ പിന്നെ ഒരിക്കലും ആ കുഞ്ഞിന് ക്ലാസ്സിൽ വായിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതാണ്. അതായത് ഞാൻ വായിച്ചാൽ തെറ്റുമോ, അതായത് എനിക്ക് പറ്റൂല എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഉള്ളിൽ ആ ഭയം അത് പിന്നീടും കിടക്കും. അത് നമ്മൾ വളർന്നു പോകുമ്പോഴും അതുണ്ടാകും. അതുകൊണ്ട് നമ്മളത് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള എന്താണ് റെമഡി അത് ചെയ്തിരിക്കണം. അതാണ് ഞാൻ അമ്മമാരോട് പറഞ്ഞു വരുന്നത്. നല്ല വാക്കുകൾ പറയണം. അതിനൊപ്പം ഇനി അഥവാ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പം തന്നെ അതിനുള്ള റെമഡി എന്താണെന്ന് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് സംസാരം. ഇനി രണ്ടാമതായിട്ട് എന്ന് പറയുമ്പോൾ സമയമാണ് ഞാൻ പറഞ്ഞത്. സമയം, അതായത് അതും ഒരു വേ ഓഫ് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കലാണ്. ഇന്ന് കുട്ടികൾ പറയുന്നത് പരാതി എന്താണ്? ആർക്കും സമയമില്ല. അതായത് അവരെ കേൾക്കാനായിട്ട് ആർക്കും തന്നെ സമയമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സമയത്തിൻ്റെ ഒരു കേസ്. നിങ്ങൾക്ക് കുറേ കേസ് കേൾക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സ്നേഹത്തിൻ്റെ ഭാഷകൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ?
ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് ഈ ക്വാളിറ്റി ടൈം എന്ന് നമ്മൾ പറയുമ്പോൾ, സമയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് കുടുംബത്തിൽ? അല്ല, ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ മാസ്ക് ഇട്ടത് കൊണ്ട് എനിക്ക് കേൾക്കുന്നില്ല. അതെ, നമ്മൾ മറ്റുള്ളവരായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. പക്ഷെ അതെങ്ങനെ ആയിരിക്കണം? ഇപ്പൊ സമയം സ്പെൻഡ് ചെയ്യുക, പക്ഷെ അതെങ്ങനെ ആയിരിക്കണമെന്നും കൂടിയുണ്ട് ക്വാളിറ്റി ടൈം. ബിക്കോസ് ഇപ്പൊ നമ്മൾ വെറുതെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു ക്വാളിറ്റി ടൈം എപ്പോഴും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അവരെ വഴക്ക് പറയുക, ഇതൊന്നും ക്വാളിറ്റി ടൈം ആകില്ല. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ സാന്നിധ്യം അവർക്ക് സന്തോഷവും സമാധാനവും നൽകണം. അതായത് കുടുംബത്തിൽ നമ്മുടെ സാന്നിധ്യം അവർക്ക്, ഏത് കുടുംബാംഗങ്ങളായാലും, ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, ഇനി ആരെങ്കിലും ആകട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, അവർക്ക് സന്തോഷവും സമാധാനവും നൽകണം. അതായത് നമ്മുടെ സാന്നിധ്യം. അതാണ് സ്നേഹത്തിന്റെ ഒരു ഭാഷ. ബിക്കോസ് ചില കുട്ടികൾക്ക് സംസാരമായിരിക്കും ഇഷ്ടം, നല്ല വാക്കുകളായിരിക്കും ഇഷ്ടം. ചില കുട്ടികൾക്ക് മാതാപിതാക്കൾ ഒന്ന് കൂടെ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാതാപിതാക്കളായിട്ട് പോകുക, ഇതായിരിക്കും ചില കുട്ടികൾക്ക് ഇഷ്ടം. ഇനി മൂന്നാമതായിട്ട് സമ്മാനം. സമ്മാനം എന്ന് പറയുമ്പോൾ നമ്മൾ അത് തെറ്റിദ്ധരിക്കരുത്. അതായത് രണ്ട് രീതിയിൽ നമ്മൾ സമ്മാനം കൊടുക്കും. എങ്ങനെയാണ്? ഒന്ന്, നമ്മുടെ കാര്യം സാധിക്കാനായിട്ട് നമ്മൾ സമ്മാനം കൊടുക്കും. നീ ഇത് പഠിച്ചാൽ ഞാൻ ഇത് വാങ്ങിച്ചു തരാം. അതൊരു സമ്മാനമാകില്ല, അതൊരു കണ്ടീഷനാണ്, അല്ലേ? നമ്മൾ ഇന്ന കാര്യം ചെയ്യല് ഇന്ന സമ്മാനം തരാമെന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അതൊരു സമ്മാനമാവില്ല. സമ്മാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, ഇപ്പൊ ഒരു ബർത്ത്ഡേ വന്ന്, അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ അപ്രതീക്ഷിതമായിട്ടൊരു സമ്മാനം കൊടുക്കുമ്പോഴൊക്കെ അവർക്ക് അത് അറിയണം, എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ഭാഷയാണത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് നമ്മളൊരു കണ്ടീഷൻ വെച്ച് ഒരു സമ്മാനം വാങ്ങിക്കുമ്പോൾ അതൊരു സ്നേഹം അല്ല. അപ്പൊ അതാണ് മൂന്നാമത്തത്, എന്ന് പറയുമ്പോൾ സമ്മാനം. ഇനി നാലാമത്തത് സേവനം എന്ന് പറയും, ആക്ട് ഓഫ് സർവീസ്. സേവനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വീടുകളിൽ പ്രത്യേകിച്ചും ഭാര്യമാർ, അതായത് ഇപ്പൊ ജോലി ചെയ്യുന്ന ഭാര്യമാരുണ്ടെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയും അധ്വാനമായിരിക്കും, അല്ലേ? നമുക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ഹസ്ബൻഡ്സ്, അതായത് നമ്മുടെ ജീവിത പങ്കാളി, നമ്മളെ ഒന്ന് സഹായിക്കുക, നമുക്കതൊരു സ്നേഹത്തിന്റെ ഭാഷ തന്നെ ആയിരിക്കും, അല്ലെ? അവരൊന്ന് വന്ന് അവരൊന്നും ചെയ്യണ്ട, എന്നാലും അവരൊന്ന് വന്ന് ചോദിച്ചാൽ മതി, ഞാനൊന്ന് ആ പാത്രം കഴുകി തരട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞാൻ റെഡിയാക്കട്ടെ, അല്ലെങ്കിൽ അയോൺ ചെയ്യട്ടെ. ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഒരു സ്നേഹത്തിന്റെ ഭാഷ തന്നെയാണ്, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്നേഹം നമുക്ക് ഈ പല രീതികളിൽ നമുക്ക് പ്രകടിപ്പിക്കാന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് സ്പർശനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ സ്പർശനം എന്ന് പറയുന്നത്, പഠനങ്ങൾ പോലും പറയുന്നത്, ഒരു കുഞ്ഞിന് മിനിമം, അതായത് ശരാശരി ഒരു 9 അല്ലെങ്കിൽ 10 സ്പർശനമാണെങ്കിലും ഒരു ദിവസത്തിൽ കിട്ടണമെന്ന്. അത് എപ്പോഴും കെട്ടിപ്പിടിക്കണമെന്നല്ല, ഒരു തലയിൽ നമ്മൾ ഒന്നിങ്ങനെ തടവൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരു കൊച്ചാണെങ്കിൽ ഒന്ന് കോളറൊക്കെ ശരിയാക്കി കൊടുക്കൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഈ സ്പർശനം എന്ന് പറയുന്നത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതേപോലെ ഇപ്പോൾ വീടുകളിലാണെങ്കിലും നമ്മുടെ ജീവിത പങ്കാളിയാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാകട്ടെ, നമ്മളൊന്ന് മാതാപിതാക്കളോട് ചേർന്നിരുന്ന് അവർ തോളയിലൊക്കെ ഒന്ന് കൈയിടുമ്പോൾ ആ സ്പർശനം അവർക്ക് വേറെ ഒന്നും ചെയ്യണ്ട, അതൊരു സ്പർശനം തന്നെ അവർക്കൊരു സ്നേഹത്തിന്റെ അനുഭവമായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത്, ഈ സ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വേണം അത് പ്രകടിപ്പിക്കുവാനായിട്ട്. അതായത് ഏത് രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളോടോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടോ പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഉദാഹരണം പറയാം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് മർച്ചന്റ് നേവിയിലായതുകൊണ്ട് പല രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരും.
പക്ഷെ ഞാൻ ഒരു സമ്മാനത്തിൻ്റെ ആളല്ല. അതുകൊണ്ട് എനിക്കതൊരു സ്നേഹത്തിൻ്റെ ഭാഷയായിട്ട് തോന്നുന്നില്ല. അന്ന് ഞാൻ വീട്ടിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതായത് എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറയും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് ചെയ്ത പാചകം കുക്കിങ്ങൊക്കെ നന്നായിരുന്നു, ടേസ്റ്റ് അതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കും. അപ്പം ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ സ്നേഹത്തിൻ്റെ ഭാഷ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അത് പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിത പങ്കാളി, അതായത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളായിട്ട്, നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ. ഇനി മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത് എന്താണെന്ന് വെച്ചാൽ, അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നമുക്കറിയാം നമ്മൾ പല സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകും അല്ലേ. പല സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ആദ്യം വിവാഹിതരാകും, പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകും, കുഞ്ഞുങ്ങളായിരിക്കും, പിന്നെ അവരെ പഠനത്തിന് വേണ്ടി സ്കൂളിൽ ചേർക്കും, അത് കഴിഞ്ഞ് മക്കൾ വിവാഹിതരാകും, പിന്നെ നിങ്ങൾ അപ്പൂപ്പനും അമ്മമ്മയായിരിക്കും, അത് കഴിഞ്ഞ് നിങ്ങൾ തനിച്ചായിരിക്കും അല്ലേ. അപ്പം പല സ്റ്റേജസിൽ നമ്മൾ അഡ്ജസ്റ്റ് ആവണം. ഇപ്പോൾ പലരും എന്താണ്, നമ്മളൊരു കുഞ്ഞുണ്ടാവുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല കൊച്ചമ്മമാർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എല്ലാം കുഞ്ഞിനെ നോക്കലും ഭർത്താവിൻ്റെ കാര്യം നോക്കലും ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ് അവർ പരാതി പറയാറുണ്ട്. അതായത് മക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്, ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ട്, മക്കളെല്ലാം ഞാൻ നോക്കണം, ഇത് എല്ലാ ജോലിയും അവരെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോൾ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിലും കുടുംബ ബന്ധങ്ങൾ നല്ലതായിരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ പോകണമെന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇനി മ്യൂച്വൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാനിത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞതാണ്. നമ്മൾ പരസ്പരം സഹായിക്കുക. അത് ഏത് കാര്യമാണെങ്കിലും, ഭാര്യ ഭർത്താവാണെങ്കിലോ അല്ലെങ്കിൽ മക്കളാണെങ്കിലും, നമ്മളത് കുഞ്ഞുങ്ങളെ ആണെങ്കിലും വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ നമ്മളവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിലും, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെങ്കിലും നമുക്കറിയാം കുടുംബത്തിൽ ആശയവിനിമയം, അതായത് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഒന്നും തന്നെ നടക്കൂല അല്ലേ. നല്ല ആശയവിനിമയം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബ ബന്ധത്തിൽ നല്ല കുടുംബ ബന്ധം ഉണ്ടാകുള്ളൂ. അപ്പൊ ഈ ആശയവിനിമയം എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ല അല്ലേ. ആശയവിനിമയം എന്ന് പറയുമ്പോൾ ഒരു 2 വേ ആണ്. ഈ 2 വേ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മുടെ സംസാരത്തിലൂടെ മാത്രമല്ല ആശയവിനിമയം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ശരീരത്തിൻ്റെ ഭാഷ. അതായത് നമുക്കൊരാളെ വീട്ടിൽ കുടുംബാംഗങ്ങളെ നോക്കിയാൽ മനസ്സിലാകണം അവർക്ക് എന്താണ്, അവരുടെ വികാരം എന്താണെന്ന്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ആശയവിനിമയമാണ്. സോ ആശയവിനിമയം എന്ന് പറയുമ്പോൾ ഒരു 30% മാത്രമേ നമ്മുടെ വാക്കുകളിൽ നടക്കുകയുള്ളൂ. ബാക്കി 80% നമ്മുടെ ആശയവിനിമയമെല്ലാം നമ്മുടെ ബോഡി ലാംഗ്വേജിലാണ്. ഏറ്റവും നല്ല ആശയവിനിമയം ഏതാണ്? അതായത് ബോഡി ലാംഗ്വേജ് ഏതാണ്? ആർക്കെങ്കിലും പറയാമോ? ചിരിയാണ്. വീട്ടിൽ ആ വാതിൽ തുറക്കുമ്പോൾ തന്നെ പരാതികളായിരിക്കും. അതായത് ഭാര്യയുടെ മുഖം തന്നെ എനിക്കൊന്ന് കാണണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നേരെ മറിച്ച് നമ്മളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് പിന്നീട് പക്ഷെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുകയാണെങ്കിൽ എന്തൊരു മാറ്റം ഉണ്ടാകും അല്ലെ. കുടുംബ ബന്ധത്തിൽ തന്നെ എത്ര മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും. പിന്നെ ആശയവിനിമയത്തിൽ പ്രധാനപ്പെട്ടതാണ് ലിസണിങ്, കേൾക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കേൾക്കേണ്ടതെന്നും ഉണ്ട്, അതും പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്? ആസ്വദിച്ച് കേൾക്കും. അപ്പൊ ഒരു പാട്ട് ആസ്വദിക്കണമെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെ വേണം അതിന്? സ്വസ്ഥമായിട്ടിരിക്കണം. പക്ഷെ പാട്ടിൽ എന്തൊക്കെയാണ് വേണ്ടിയത്?
ലിറിക്സ് നന്നായിരിക്കണം, അതിൻ്റെ മ്യൂസിക് കമ്പോസിങ്, പാടൽ, ഇതെല്ലാം വേണം അല്ലേ, എന്നാലേ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ലിസണിങ് എന്ന് പറയുമ്പോൾ വെറുതെ നമ്മുടെ എവിടെയും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ കേട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ഒരു കുഞ്ഞാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയാകട്ടെ പറയുന്നത് അതിലൊരു കണ്ടന്റ് ഉണ്ട്. അവർ പറയുന്ന സംഗതി എന്താണെന്ന് അതിനൊരു വികാരമുണ്ട് അവർ പറയുമ്പോൾ അല്ലേ. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞ് സന്തോഷമാണെങ്കിൽ കുഞ്ഞ് പറയുന്ന വികാരം എങ്ങനെയായിരിക്കും? അമ്മ ഇന്ന് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ പറയുന്ന കണ്ടന്റും അതിൻ്റെ വികാരവും അതിൻ്റെ മീനിങ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതുപോലെ ആയിരിക്കണം നമ്മുടെ ലിസണിങ്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതിലെന്താണ് വികാരം, ആ പറയുമ്പോഴുള്ള വികാരം, ഇതെല്ലാം ഒരുമിച്ചായിരിക്കണം നമ്മൾ ലിസൺ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അതൊരു ലിസണിങ് ആകുള്ളൂ. അല്ലെങ്കിൽ അത് വെറുതെ കേൾക്കുന്നത് മാത്രമായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ കേൾക്കേണ്ടത്, ഞാൻ പറഞ്ഞ് സംസാരിക്കേണ്ടതും കേൾക്കേണ്ടതും എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൈവം 2 ചെവി തന്നിട്ടുണ്ട്, ഒരു വായയുള്ളൂ അല്ലേ. അപ്പൊ ഏതാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത്? കേൾക്കണോ അല്ലെങ്കിൽ സംസാരിക്കണോ? കേൾക്കണം അല്ലേ. ബിക്കോസ് 2 ചെവിയുണ്ട്. അപ്പൊ 2 ചെവിയും ദൈവം തന്നിട്ടുള്ളത് കൂടുതൽ കേൾക്കാനും കുറഞ്ഞ് സംസാരിക്കാനാണ്. ഓക്കെ. ഈവൻ ബുദ്ധ പോലും പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നിങ്ങൾ don't speak until what you say is more beautiful than silence. അതായത് നിങ്ങൾ പറയുന്നത് അത്രയും മനോഹരമാണെങ്കിൽ മാത്രമേ നിങ്ങൾ സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ നിശബ്ദരായിരിക്കുക. അപ്പം എനിക്ക് തോന്നുന്നു കുടുംബജീവിതത്തിലും ഇത് വളരെ പ്രായോഗികമാണ് അല്ലേ. നമ്മൾ നിശബ്ദരായിരിക്കുക. എപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് അത്രയും മനോഹരമായിരിക്കുന്ന സമയത്ത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി എനിക്കറിയാം ഉച്ച സമയമാണ്, പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒത്തിരി സമയമൊന്നും ഞാൻ എടുക്കില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ആക്ച്വലി കുറെ കൂടി കേസ് സ്റ്റഡീസ് ഒക്കെ പറയാൻ ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ ഉച്ച സമയം നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്ക് ഇച്ചിരി വിഷമം തോന്നുന്നുണ്ട് ഉച്ച സമയത്ത് ഇവിടെ വന്നിരിക്കുന്നതിൽ. ഓക്കെ. അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതും, എങ്ങനെയാണ് പാരന്റിങ്, അതായത് രക്ഷാകർതൃത്വം എപ്പോഴാണ് നമ്മൾ ആരംഭിക്കേണ്ടതും ഉള്ള കാര്യമാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് പാരന്റിങ്, നമ്മൾ വചനം എടുത്തു നോക്കിയാൽ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു അല്ലേ. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് എന്താണ്? യേശു ശാരീരികമായിട്ട് വളർന്നു, ഭൗതിക തലത്തിൽ വളർന്നു, വൈകാരിക തലത്തിൽ വളർന്നു, ബന്ധങ്ങളിൽ വളർന്നു. അതായത് ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ വളർന്നു. അപ്പൊ പൂർണ്ണമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അല്ലേ. അതായത് ഒരു ടോട്ടൽ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും യേശുവിനെ സഹായിച്ചത് യേശുവിൻ്റെ മാതാപിതാക്കളും യേശുവിൻ്റെ കുടുംബാന്തരീക്ഷമാണ് അത് സഹായിച്ചത്. അതായത് ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി ആയിട്ട് വളരുവാനായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ശാരീരികമായിട്ടുള്ള വളർച്ച എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണമായിട്ട് ഒരു ശാരീരികമായിട്ടുള്ള വളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുക? പ്രായത്തിനൊത്ത് നമ്മൾ വളർന്നു പോകുന്നത് അല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ശാരീരികമായിട്ട് ഉള്ള വളർച്ച. അത് ഒരു ഭാഗമാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾ വളരുന്നു, അതൊരു ഭാഗം തന്നെയാണ്. പക്ഷേ അതിൻ്റെ മറുവശത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അവരുടെ ശരീരത്തെ അവർ മാനിക്കാനും ഇഷ്ടപ്പെടുവാനും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഈ ശരീരത്തെ ഇഷ്ടപ്പെടാതെ ഇരിക്കുമ്പോൾ അവർക്ക് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും.
ഇത് ഒരുപാട് കൗൺസിലിങ്ങിൽ കണ്ടുവന്ന കേസസ് ഞാനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങളോട് പറയാത്തതാണ്. പക്ഷേ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. എപ്പോഴും അവർക്കൊരു ചിന്തയായിരിക്കും, ഞാൻ ഒന്നിനും അതായത് നമുക്ക് ലോകത്തിന്റെ നിർവചനം, സൗന്ദര്യത്തിന്റെ നിർവചനം ഒന്നും മാറ്റാൻ പറ്റൂല അല്ലെ? ഇനി ആളുകളുടെ നിർവചനവും നമുക്ക് മാറ്റാൻ പറ്റൂല. പക്ഷെ നമ്മൾ സ്വയം നമ്മളെ ഇഷ്ടപ്പെടുവാൻ നമ്മൾ പ്രാപ്തരാകണം. ഇപ്പൊ കുഞ്ഞുങ്ങളോട് ആരെങ്കിലും അവരുടെ സാധാരണ ഉള്ള പരാതിയാണ്, അതായത് ഇച്ചിരി നിറം കുറവാണെങ്കിൽ ആരെങ്കിലും നമ്മൾ ആദ്യമായിട്ട് കാണും, അയ്യോ ഇതെന്താണ് പെട്ടെന്ന് നിറം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ വെയിലത്ത് പോയാൽ നിറം കുറയും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ദൂരെ യാത്ര ചെയ്തു വരുമ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഇതെന്താണ് ഇങ്ങനെ കോലം, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ നഷ്ടപ്പെടലാണ് അവരിലുണ്ടാകുന്നത്. സോ അവരുടെ ശരീരത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ. അതായത് ശരീരം ദൈവത്തിന്റെ ആലയമാണ്, അതുകൊണ്ട് അതിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം, ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും. വിശുദ്ധിയോടെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ആ പ്രായത്തിനനുസരിച്ചിട്ട് അവരുടെ ഡ്രസ് സെൻസ്, അവരുടെ ഡ്രസ്സിങ് എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം വിശുദ്ധിയുടെ ഭാഗമാണ്. കാരണം നമ്മൾ എന്തിനാണ് ഡ്രസ് ഇടുന്നത്? ഒരു ഡ്രസ് ഇടുന്നത് എന്തിനാണ്? എല്ലാവർക്കും അറിയാമല്ലേ അമ്മമാരുടെ അല്ലേ? ഓക്കെ, നമ്മളിപ്പോ ഫാഷനും അതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മള് ബേസിക്കലി ഒരു ദേവാലയത്തിൽ വരുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ഡ്രസ് ഇടുന്നത്? ആർക്കും അറിയില്ലേ? ആരും മിണ്ടുന്നില്ല. ഡ്രസ് ഇടുന്നത് എന്തിനാണ്? ചേച്ചി മാസ്ക് എടുത്താലേ അതെ, അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെയും കൂടി നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ വിശുദ്ധിയോടെ പോകണം. അതുകൊണ്ട് അമ്മമാരും ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യാറുള്ളത്, കുഞ്ഞല്ലേ അപ്പൊ കുറച്ച് ഫാഷനൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ബാക്കില്ല, കൈയില്ല, ഇങ്ങനെ പല രീതിയിൽ പോകാതെ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യ പാഠങ്ങളാണ് പിന്നീടും അവർ ചെയ്യുന്നത്. കാരണം കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്, അതായത് അവരുടെ വളർച്ചയിൽ അവർക്ക് ആദ്യ 6 വർഷം കിട്ടുന്ന പാഠമാണ് പിന്നീട് അവർ ജീവിതത്തിൽ, അതായത് അനുഭവങ്ങൾ. എന്ത് അനുഭവമാണ് അവർക്ക് ആദ്യ 6 വർഷം കിട്ടുന്നത്, അതാണ് പിന്നീടും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് കുഞ്ഞു പിള്ളേരാണെങ്കിലും നിങ്ങൾ അവരുടെ ഡ്രസ്സിംഗ് പോലും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യണം. ഇനി രണ്ടാമതായിട്ട് ആരോഗ്യത്തിന്റെ കാര്യം, ശരീരത്തിന്റെ ആരോഗ്യം. നമ്മളത് പറയണം, ദൈവം വസിക്കുന്ന ആലയമാണ്. സോ വിശുദ്ധി മാത്രം പോരാ, ആരോഗ്യവും കൂടി വേണം അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അവരുടെ ശരീരം, അതായത് അതിന്റെ വിശുദ്ധി നമ്മൾ പ്രായത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. വിശുദ്ധി എങ്ങനെയാണെന്ന്. ഇപ്പൊ ഒരു കുഞ്ഞാണെങ്കിൽ അവർക്ക് വ്യഭിചാരം എന്ന് പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ 5ാം ക്ലാസ്സിൽ അവരോട് പറയും ഇന്ന പ്രമാണം വ്യഭിചാരം ചെയ്യരുതെന്ന്. ഒരു കുഞ്ഞിന് എന്ത് മനസ്സിലാകും എന്താണ് വ്യഭിചാരം എന്ന്? അപ്പോഴാണ് നമ്മൾ അതിനെ പരിചയപ്പെടുത്തേണ്ടത്. ശരീരം വിശുദ്ധിയോടെ, അത് ആരും തുടരുത്, സേ നോ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ അവരെ ഈ വിശുദ്ധിയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഭൗതിക തലത്തിൽ, നമ്മളെല്ലാവരും ഭൗതിക തലത്തിൽ വളരെ ശ്രദ്ധ കാണിക്കാറുണ്ട് അല്ലെ? നമ്മൾ കുട്ടികളെ ട്യൂഷൻ അയക്കാറുണ്ട്. പിന്നെ എന്താണ് ചെയ്യാറുള്ളത്? പല ബ്രഹ്മി ഇങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ അവരുടെ ഭൗതിക തലത്തിലുള്ള ബുദ്ധി വളർത്താൻ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്താലൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളരില്ല. ഏറ്റവും നല്ലത് നമ്മൾ അവരെ ക്രിയാത്മകമായിട്ട് ചിന്തിക്കുവാൻ പഠിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഈ ട്യൂഷന് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്നത്. അവർ ഒന്നും ചിന്തിക്കുന്നില്ല. അവിടെ ട്യൂഷന് പോകും, മിസ് പറഞ്ഞു കൊടുക്കും, അവരത് പഠിക്കും, അവർ വീട്ടിൽ വരും. അവർ ക്രിയേറ്റീവായിട്ട്, ക്രിയാത്മകമായിട്ട് ചിന്തിക്കുവാൻ പഠിച്ചെങ്കിൽ മാത്രമേ അവർ ഭൗതിക തലത്തിൽ നല്ല രീതിയിൽ വളരുകയുള്ളൂ. അത് എല്ലാ മാതാപിതാക്കളും
യേശുവിൻ്റെതാണ്. നമ്മൾ യേശുവിൽ കണ്ടുവന്നതും അത് തന്നെയാണ്. ദേവാലയത്തിൽ ചെന്ന് യേശു എന്താണ് ചെയ്തത്? ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു, അല്ലേ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ ആക്ച്വലി വളരുന്നത്. ഇനി മൂന്നാമതായിട്ട് വൈകാരിക തലത്തിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും പാരൻസ് പറയും, ഓ എന്തൊരു ദേഷ്യം, എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കുഞ്ഞു നാൾ മുതലേ നമ്മൾ കുഞ്ഞുങ്ങളെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ അവരെ പഠിപ്പിക്കണം. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ പലപ്പോഴും നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് വികാരങ്ങൾ പ്രകടിപ്പിക്കരുതെന്നാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഒരു ആൺകുഞ്ഞ് കരയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അയ്യോ ആൺകുട്ടികൾ കരയരുത്, നാണക്കേടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇങ്ങനെ ആൺകുട്ടികൾ കരയരുത്, പെൺകുട്ടികൾ മാത്രമേ കരയണമെന്ന് പറഞ്ഞിട്ട്? ഇല്ല. അവന്റെ വികാരം പ്രകടിപ്പിക്കാനുള്ള അനുവാദം കൊടുക്കണം. അതിപ്പോ പ്രത്യേകിച്ചും ആണുങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്താണ്? ഒരു വികാരവും പ്രകടിപ്പിക്കില്ല, കരയില്ല, ഒന്നുമില്ല, ഒരു വികാരവും പ്രകടിപ്പിക്കില്ല. അത് നമ്മൾ സപ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. ദേഷ്യമൊക്കെ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചാൽ പിന്നീട് അതൊരു വിഷാദത്തിലേക്ക് നയിക്കും. അങ്ങനെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആരോഗ്യകരമായ രീതിയിൽ കുഞ്ഞുങ്ങളെ വികാരം പ്രകടിപ്പിക്കുവാൻ നമ്മൾ അവരെ കുഞ്ഞുനാൾ മുതലേ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ കാണും, അവർക്ക് ഒരു തോൽവി സംഭവിച്ചാൽ എന്താണ് അവർ ഉടനെ പറയുക? അയ്യോ ഞാൻ തോറ്റു, ഇനി ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞ് അവർ ആത്മഹത്യ ചെയ്യുകയാണ്. നേരെ മറിച്ച് നമ്മൾ അവരെ വികാരം പ്രകടിപ്പിക്കുവാൻ പഠിപ്പിക്കുകയാണെങ്കിൽ തോൽവി ജീവിതത്തിന്റെ ഭാഗമാണ്. സോ ജീവിതത്തിൽ തോൽവി ഉണ്ടാകും, അതായത് പരാജയം ഉണ്ടാകും, ജയം ഉണ്ടാകും. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവരിങ്ങനത്തെ വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഓർമ്മയിൽ ഒരു കൗൺസിലിങ്ങിന് വന്ന ഒരു കപ്പിളാണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതായത് ഭാര്യ പറയുകയാണ്, അധികം നാളൊന്നും ആയിട്ടില്ല ഇവര് വിവാഹം കഴിച്ചിട്ട്. അപ്പൊ ഭാര്യ പറയുകയാണ്, ഇവര് എവിടെയെങ്കിലും പുറത്തു പോകാൻ വണ്ടി എടുത്ത് ഇറങ്ങും. അത് കഴിഞ്ഞ് ആദ്യം സാധാരണയായിട്ട് ഇവര് സംസാരിച്ച് ഇത് വഴക്കിലെത്തും. അത് സാധാരണമാണ്, അല്ലേ? നമ്മളിപ്പോൾ പരസ്പരം സംസാരിച്ച് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് വഴക്കിട്ടെന്ന് വരും. ഈ വഴക്കിട്ട് കഴിഞ്ഞാൽ ഭർത്താവ് പിന്നെ വണ്ടി ഒരു സ്പീഡിന് ഓടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യ ജീവനും കൊണ്ട് ഭാര്യ പറയും, ഞാൻ എങ്ങനെയാണ് പിന്നെ ജീവിക്കോ മരിക്കോ എന്ന് എനിക്കറിയില്ല, അത്രയും സ്പീഡിന് അങ്ങോട്ട്. അതായത് ദേഷ്യം വന്നിട്ട് ആൾക്ക് പിന്നെ ഇങ്ങനെ അത് പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് വണ്ടി അങ്ങോട്ട് സ്പീഡിന് ഓടിക്കുക, അത് എവിടെയെങ്കിലും ഇടിച്ചാലും ഒന്നും കുഴപ്പമില്ല, അത്രയ്ക്ക് ദേഷ്യം. അപ്പൊ ഈ ഭർത്താവ് എന്നോട് പറയുകയാണ്, എന്നാ നല്ലൊരാളാണ്, കണ്ടാൽ ദേഷ്യമില്ലാത്ത സമയത്തൊക്കെ ഒരു നല്ലൊരു വ്യക്തിയാണ്, പക്ഷെ ഈ ദേഷ്യം പ്രകടിപ്പിക്കുവാനായിട്ട് അറിഞ്ഞുകൂടാ, അതായത് തൻ്റെ വികാരം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, അതായത് പറഞ്ഞു വന്നപ്പോൾ കുഞ്ഞുനാളിലേക്ക് അപ്പൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ സ്ട്രിക്റ്റ് ആയപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അടിയൊക്കെ കിട്ടും. അപ്പൊ അടി കിട്ടുമ്പോൾ ഈ കുഞ്ഞ് വികാരങ്ങളെ നല്ല രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് കുഞ്ഞുനാള് തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ അതിനുള്ള, അതായത് അവരുടെ വികാരങ്ങൾ ആരോഗ്യപരമായ രീതിയിൽ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ നമ്മളിപ്പോൾ കുട്ടികൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ എന്താണ് അവരോട് പറയാറുള്ളത്? ഹലോ മിസ്റ്റർ. ഹലോ. റിലേഷൻഷിപ്പ്, അതായത് ബന്ധങ്ങൾ. നമ്മളെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ബന്ധങ്ങളെ കുറിച്ച്, ദൈവമായിട്ടുള്ള ബന്ധം, പിന്നെ മനുഷ്യരുമായിട്ടുള്ള ബന്ധം. അപ്പൊ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്
കുഞ്ഞുങ്ങൾക്ക് ഈ ബന്ധം എങ്ങനെയായിരിക്കണം? ഞാൻ ആദ്യം തന്നെ ഔസേപ്പിതാവിൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, അത് 2 വേ ആയിരിക്കണം ഈ റിലേഷൻഷിപ്പ്. പലപ്പോഴും നമ്മൾ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെ ഒരു 1 വേ കമ്മ്യൂണിക്കേഷനാണ് ദൈവവുമായിട്ടുള്ള ബന്ധം. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത്, അത് മാത്രമാണ് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് എന്നോട് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചു, കുറേ പ്രാർത്ഥിച്ചു, എന്നിട്ട് എനിക്ക് 10ാം ക്ലാസ്സിൽ A+ ഒന്നും കിട്ടിയില്ല. എത്ര 8 A+, 2 Bയും അങ്ങനെയാണ് കിട്ടിയുള്ളൂ. എന്നാൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്താണെന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതാണ്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ മാത്രമാണ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പം കുഞ്ഞുനാൾ തൊട്ട് തന്നെ അങ്ങനെയല്ല, എന്താണ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് നമ്മൾ നല്ല രീതിയിൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇനി മനുഷ്യരുമായിട്ടുള്ള ബന്ധം, ഇന്ന് നമ്മൾ ന്യൂക്ലിയർ ഫാമിലീസ്, അണുകുടുംബങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ബന്ധം എന്താണെന്ന് അറിയില്ല അല്ലേ. നമ്മൾ കുഞ്ഞുങ്ങളുടെ ബന്ധം ആരാണ് കുഞ്ഞുങ്ങൾക്ക്? മാതാപിതാക്കളും അല്ല, ബിക്കോസ് മാതാപിതാക്കളൊക്കെ ജോലി തിരക്കും അങ്ങനെയൊക്കെയാണല്ലേ. കുഞ്ഞുങ്ങളുടെ ബന്ധം ആരാണ്? കമ്പ്യൂട്ടറും ഫോണൊക്കെയാണ് അല്ലേ. അതുകൊണ്ടാണ് അവർക്ക് ഒരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ആരുമായിട്ട് ബന്ധപ്പെടാൻ അറിഞ്ഞുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൽ അവർ ബന്ധമെന്ന് മനസ്സിലാക്കിയത് ഇതാണ്. ഒരിക്കലും ഒരു അമ്മ എന്നോട് പങ്കുവെച്ച ഒരു കാര്യമാണ്. അതായത് 3 വയസ്സിൽ തന്നെ തൻ്റെ മകൻ ഇങ്ങനെ കമ്പ്യൂട്ടറും അതൊക്കെ കളിക്കുമായിരുന്നു. അപ്പം അമ്മ ഭയങ്കര സന്തോഷമാണ്, കൊച്ച് ഇത്രയും കമ്പ്യൂട്ടറൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണ്ടല്ലേ എന്നുള്ള ഇതിൽ അമ്മ ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് പിന്നീട് കമ്പ്യൂട്ടർ എഞ്ചിനീയറായി, പിന്നെ അമേരിക്കയിലോട്ട് പോയിട്ട്, പിന്നെ അമ്മ പറയുകയാണ്, ഇപ്പോഴാണ് അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലായത്. അവൻ ഫുൾ ടൈം കമ്പ്യൂട്ടറാണ്, അവൻ ആരായിട്ടും ബന്ധം ഇല്ല, മാതാപിതാക്കളുമായിട്ടും ബന്ധമില്ല, ഫോൺ വിളിച്ചാലും ഫോൺ എടുക്കില്ല, ഫുൾ ടൈം കമ്പ്യൂട്ടറാണെന്ന്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളരുന്നത്? ബന്ധങ്ങൾ അവരുടെ ആരാണ്? അതായത് അവരുടെ ബന്ധുക്കൾ ആരാണ്? ഫോണും മൊബൈലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ബന്ധങ്ങൾ അവർക്ക് തിരിച്ചറിയാനും എങ്ങനെയാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും നല്ല ബന്ധങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ കുഞ്ഞുനാൾ മുതൽ തന്നെ, നമ്മൾ സാധാരണ അമ്മമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ അവരുടനെ കുഞ്ഞിനെ മാറ്റിയിരുത്തി വേറെ മുറിയിൽ ഇരുത്തിയിട്ട്, അവന് പഠിക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവൻ പുറത്തോട്ടൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റിയിരുത്തും. അങ്ങനെയല്ല വേണ്ടിയത്. നമ്മൾ കുഞ്ഞുങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് പഠനമുണ്ടെങ്കിലും ആരാണ് അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബന്ധങ്ങൾ വളരുന്നത്. ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വം വളരുകയുള്ളൂ. നല്ല സമൂഹത്തിൽ അവർക്ക് ഇടപെടാനും നല്ല കുഞ്ഞുങ്ങളായിട്ട് പിന്നീട് സമൂഹത്തിൽ എത്തുവാനായിട്ടും അവർക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, ഈ ബന്ധമൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് പിന്നീട് അവർ ഈ വിവാഹമോചനവും ഇങ്ങനെ, അതായത് അവർക്ക് എങ്ങനെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് അവർ പിന്നീട് വിവാഹമോചനത്തിന് അതല്ലെങ്കിൽ ഡൈവേഴ്സിനൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കുഞ്ഞിൻ്റെ ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ശാരീരികമായിട്ടും ഭൗതിക തലത്തിലും വൈകാരിക തലത്തിലും ഈ ബന്ധങ്ങളിലും അവരെ പൂർണ്ണമായിട്ട് നമ്മൾ വളർത്തണം. അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പം നിങ്ങൾ ഓർക്കും അമ്മമാർക്ക് മാത്രമാണോ എന്ന് പറഞ്ഞിട്ട്. ഇല്ല, 2 പേർക്കും ഉണ്ട്, അപ്പന്മാർക്കും ഉണ്ട്, അമ്മമാർക്കും. പക്ഷെ കൂടുതലും പങ്കുള്ളത് അമ്മമാർക്കാണ്. ബിക്കോസ് നമ്മളാണ് കൂടുതലും സമയം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം ചെലവഴിക്കുന്നതും. അതുകൊണ്ട് കൂടുതലും ഉത്തരവാദിത്വം നമുക്ക് തന്നെ ആണ്. ഇനി കുറച്ച് കാര്യം ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. അതായത് ഇന്നത്തെ ലോകത്ത് ലോക ആരോഗ്യ സംഘടനയും പറയുന്നത് ഇനി വരുന്ന വർഷങ്ങളിൽ, അതായത് മറ്റുള്ള അസുഖങ്ങളിൽക്കാൾ കൂടുതൽ മാനസിക ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കുന്നു. അപ്പം നമ്മളത് പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഞാൻ ബേസിക് ആയിട്ടുള്ള സാധാരണ ഉള്ള ഒരു ബേസിക് മെൻ്റൽ ഹെൽത്ത് കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സാധാരണയായിട്ട് മെൻ്റൽ ഹെൽത്ത്
ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾ നേരിടുന്നത് ഒന്ന് സ്ട്രെസ്സാണ്, പിരിമുറുക്കം, പിന്നെ പഠന വൈകല്യം, മൂന്നാമത് ഈ ADHD എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, പിന്നെ ODD എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്നതും അങ്ങനെ ആ ചില സ്വഭാവ വൈകല്യമുള്ള കുട്ടികൾ. അപ്പൊ ഞാൻ ഈ പഠന വൈകല്യത്തെ കുറിച്ചും സ്ട്രെസ്സിനെ കുറിച്ചും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പഠന വൈകല്യം എന്ന് നമ്മൾ വളരെ ലാഘവത്തോടെ അതിനെ കാണും. പക്ഷേ ഒരു പഠന വൈകല്യമുള്ള കുട്ടി ഒരു സാധാരണ കുട്ടി തന്നെയാണ്. നമുക്കറിയാം ലോകത്തിൽ ഒരുപാട് സയന്റിസ്റ്റും മറ്റുള്ള എല്ലാ മേഖലയിലും നമുക്ക് ആളുകളെ കാണും. അതായത് പഠന വൈകല്യം ഉണ്ടായിട്ടും അവരുടേതായ മേഖലയിൽ മികച്ച കാഴ്ചവെച്ചു. അപ്പൊ പഠന വൈകല്യം ഒരു വലിയ അസുഖം. അവർക്ക് നോർമൽ IQ തന്നെ ആയിരിക്കും, പക്ഷെ അവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കണക്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് സ്കൂളിൽ അവരുടെ പരീക്ഷകളിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല മറ്റുള്ള കുട്ടികളെ പോലെ. അപ്പൊ ഇത് ടീച്ചർമാരും കണ്ടെത്തിയില്ലെങ്കിൽ എപ്പോഴും അവരെ ക്രിട്ടിസൈസ് ചെയ്യും. അതായത് നീ പഠിക്കാൻ മോശമാണ്, വീട്ടിൽ വരുമ്പോഴും മാർക്കില്ലെങ്കിൽ നീ പഠിക്കാൻ മോശമാണെന്നുണ്ട്. അപ്പൊ ഇത് നിരന്തരം ആ കുഞ്ഞിനോട് പറയുമ്പോൾ അവന് ആ റിജക്ഷൻ അനുഭവിക്കും. അതായത് എന്നെ സ്കൂളിലും ആർക്കും വേണ്ട, എന്നെ വീട്ടിലും ആർക്കും വേണ്ട, കാരണം ഞാൻ പഠിക്കാൻ മോശമുള്ളവനാണ്. ഇങ്ങനെ വരുമ്പോൾ അവൻ്റെ ആത്മവിശ്വാസം എല്ലാം നഷ്ടപ്പെട്ട് അവൻ സമൂഹത്തിലേക്ക് പിന്നെ നോക്കുന്നത് എന്താണ്? ഒന്നില്ലെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ, അങ്ങനെ പല രീതികളിൽ. അതായത് എവിടെയാണ് എനിക്ക് ഒരു ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അംഗീകാരം കിട്ടുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് ഒരു ചായ്വുണ്ടാക്കുന്നത്. സോ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, സാധാരണമായിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇനി സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇന്ന് പറയുന്നത് ഒരു 80% അസുഖങ്ങളും വരുന്നത് സ്ട്രെസ് മൂലമാണെന്ന്. അപ്പൊ ഈ സ്ട്രെസ് മൂലം നമുക്ക് ചിലപ്പോൾ പ്രഷർ കൂടാം, അൾസർ ഉണ്ടാകാം, ഡിപ്രഷൻ ഉണ്ടാകാം. ഇതെല്ലാം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് സ്ട്രെസ് മൂലം. ഇനി കുഞ്ഞുങ്ങൾക്കാണെങ്കിലോ സ്ട്രെസ് ഉണ്ടാക്കിയാൽ എന്തൊക്കെയാണ്? അവർക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും, മെമ്മറി നഷ്ടപ്പെടും, ഇങ്ങനെയൊക്കെ. പക്ഷെ മാതാപിതാക്കൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. അവർ ട്യൂഷൻ അയക്കല്, പിന്നെ സ്കൂള്, പിന്നെ പഠിത്തം. ചുരുക്കം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു റെസ്റ്റും ഇല്ല. അവർക്ക് സ്ട്രെസ്സാണ്. അതായത് മാർക്ക് മേടിച്ചില്ലെങ്കിൽ കുഴപ്പം, അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർ അവരെന്ത് പറയുന്നു, ഇങ്ങനെയുള്ള സ്ട്രെസ്സുകളാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും, അവർക്ക് മെമ്മറിയും നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ഈ സ്ട്രെസ്സിനെ കുറിച്ചും വീടുകളിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയുണ്ട്. അതായത് അത് നിങ്ങൾ പരസ്പരം മാതാപിതാക്കൾ തമ്മിലും, പിന്നെ ജീവിത പങ്കാളിയാണെങ്കിലും, നിങ്ങൾ മക്കൾ തമ്മിലാണെങ്കിലും എപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള എൻവയൺമെന്റ് ആയിരിക്കണം നിങ്ങളുടെ വീടുകൾ. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതികളുണ്ട്. ഏറ്റവും നല്ലതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ സ്പിരിച്വൽ റിസോഴ്സ്, അല്ലെ, ആത്മീയ തലത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിലോട്ട് കടന്നു വരുന്നത്, അല്ലെ. നമുക്ക് എപ്പോഴും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പ്രാർത്ഥിക്കും. നമുക്കൊരു സമാധാനം കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അതൊരു മാർഗമാണ്. പിന്നെയുള്ള മാർഗമാണ് നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റുന്നത്. അതായത് നമുക്കുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളെയും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് തന്നെ നമുക്ക് എങ്ങനെയാണ്, ഇപ്പൊ പരീക്ഷ നേരിടുന്ന ഒരുപാട് 10ാം ക്ലാസ് കുട്ടികളുണ്ടാകും. അപ്പൊ അവരുടെ സ്ട്രെസ് എങ്ങനെ നമുക്ക് കുറയ്ക്കാം? നമുക്ക് അവരോട് പറയാൻ സാധിക്കും. അതായത് അവര് പരീക്ഷയെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും. അതായത് ഞാൻ പഠിച്ചതൊക്കെ ഓർക്കുമോ, അല്ലെങ്കിൽ ഇനി ഞാൻ പഠിക്കാത്ത കാര്യങ്ങൾ അവിടെ വരുമോ, ഇനി അവിടെ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ മറന്നു പോകുമോ, ഇങ്ങനെ ആയിരിക്കും അവരുടെ ചിന്ത. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അവരെ പോസിറ്റീവായിട്ട് അവർക്ക് അവരുടെ ചിന്തകൾ മാറ്റിക്കൊടുക്കാനായിട്ട്? പരീക്ഷ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പരീക്ഷ എഴുതുമ്പോൾ, അതായത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇനി പരീക്ഷ എഴുതുമ്പോൾ ഓർമ്മയിലുള്ളത് ഞാൻ എഴുതാം,
പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുടെ ഒരു സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്, പക്ഷെ ഞാൻ ഇന്നത്തെ ക്ലാസ് നീണ്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാ അമ്മമാരും സ്നേഹത്തിൻ്റെ ജ്വാല ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ ക്ലാസ് നിർത്തുന്നു. എനിക്ക് അവസരം തന്ന ജോളി അച്ഛന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ